വെൽക്കം ടു ക്ലാസിക് കേരള PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഗിവൺ ബിലോ. ഹൗ സ്ട്രെയിഞ്ച് ഷീ ലുക്സ്. അപ്പോൾ ചോദ്യത്തിൻ്റെ അവസാനം എന്തുണ്ട്? ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്ത് തരം സെൻറ്റൻസ് ആണ്? അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അടുത്ത ചോദ്യം, ദ ഡ്രൈവർ ഇൻ ദാറ്റ് ബസ് ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. ഇവിടെ ചോദ്യത്തിലെ നൗൺ, ഡ്രൈവർ എന്ന നൗൺ എന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ നൗണിനോടൊപ്പം സിംഗുലർ വെർബ് വേണം നമ്മൾ ചേർക്കാൻ. ഇവിടെ സിംഗുലർ വെർബ് ഏതാണ്? ലുക്സ് ആണ് സിംഗുലർ വെർബ്. അപ്പോൾ ലുക്കിൻ്റെ കൂടെ എസ്, അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് സിംഗുലറും ലുക്ക് എന്താണ്? പ്ലൂറലുമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, ലുക്സ്. അടുത്ത ചോദ്യം, ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഇവിടെ അലൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ജോലി അവന് കിട്ടിയോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഒരു തവണ നേരത്തെ പരാമർശിച്ച നാമത്തെ വീണ്ടും എടുത്തു പറയുമ്പോൾ നമ്മൾ ഏത് ആർട്ടിക്കിൾ ചേർക്കണം? ദ എന്ന ആർട്ടിക്കിൾ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, ദ. അടുത്ത ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഹാസ് നെവർ സീൻ ഹിം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ നോ, നൺ, നെവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചോദ്യം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടാഗ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇവിടെ എത്ര പോസിറ്റീവ് ടാഗ് ഉണ്ട്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിലെ ഓക്സിലറി വെർബ് എന്താണ്? ഹാസ് ആണ് ആദ്യം കിടക്കുന്ന ഓക്സിലറി വെർബ്. അത് വെച്ച് നമുക്കൊരു പോസിറ്റീവ് ടാഗ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ഹാസ് ഷീ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഇത് PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്കിത് കാണാൻ പറ്റും. അതായത് പാസ്റ്റിൽ രണ്ട് പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞാൽ ആദ്യം നടന്ന പ്രവൃത്തിയെ കാണിക്കാനായി നമ്മൾ ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദ്യം നോക്കൂ, ഷീ ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ അവനെ പരിചയപ്പെട്ടു. അപ്പോൾ ഏതാണ് ആദ്യം നടന്ന പ്രവൃത്തി? അവൾ അവനെ പരിചയപ്പെട്ടതാണ് ആദ്യം നടന്ന പ്രവൃത്തി. അതപ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ച് കാണിക്കുക. അതായത് നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഹാഡ് മെറ്റ്. മീറ്റിൻ്റെ വെർബ് ഫോംസ് ഏതൊക്കെയാണ്? മീറ്റ്, മെറ്റ്, മെറ്റ്. അടുത്ത ചോദ്യം, റോസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഇവിടെ മോസ്റ്റ് വന്നു കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും, മോർ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രിയും, മച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ചോദ്യത്തിൽ മോസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, സൂപ്പർലേറ്റീവ്. അടുത്ത ചോദ്യം, അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദി എൻട്രൻസ്. ഇവിടെ ദ എൻട്രൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലമാണ്. സ്ഥലത്തിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, അറ്റാണ് ഉത്തരം. അടുത്ത ചോദ്യം, ദ ബേബി ഡാഷ് വോണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വോണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഇവിടെ നമുക്ക് ചോദ്യം കാണുമ്പോൾ ചോദ്യം ഒരല്പം വലിയൊരു ടാഗിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ സത്യത്തിൽ നമുക്ക് ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഓപ്ഷൻ നോക്കിക്കേ, ഈ ഇസിൻ്റെ, വാസിൻ്റെ, ഹാസിൻ്റെയോടൊപ്പം നമ്മൾ എപ്പോഴും V3 വേണം ചേർക്കാൻ. അപ്പോൾ ഡിഡിൻ്റെ, ഡസിൻ്റെ, ഡോണ്ട് വരുമ്പോൾ എന്ത് ചേർക്കണം? V1 ചേർക്കണം. ഇവിടെ ഡാഷിന് ശേഷം കിടക്കുന്ന വോണ്ട് എന്താണ്? ഒരു V1 ആണ്. അപ്പോൾ V1 മുമ്പ് നമ്മൾ എന്താണ് ചേർക്കുന്നത്? ഡിഡിൻ്റെ, ഡസിൻ്റെ, ഡോണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി, ഡസിൻ്റെ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് നൈറ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡ് ആണ്. ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക് ഒക്കെ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന V2 ഫോം ഏതാണ്? ഓപ്ഷൻ സി, സ്ലെപ്റ്റ് ആണ് നമ്മുടെ ഉത്തരം. സ്ലീപ്പിൻ്റെ വെർബ് ഫോംസ് ഏതൊക്കെയാണ്? സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. അടുത്ത ചോദ്യം, ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദി ഗാർഡൻ. അപ്പോൾ ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ടാങ്കിൽ ഒരു അല്പം വെള്ളമുണ്ട്, പക്ഷേ ചെടി നനയ്ക്കാൻ മാത്രമുള്ള വെള്ളമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഡാഷിന് ശേഷം കിടക്കുന്ന വാട്ടർ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തതിനോടൊപ്പം നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ലിറ്റിൽ വേണം ചേർക്കാൻ. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നും, ഈ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരല്പമുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, ലിറ്റിലാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം,
ചൂസ് എ സിനോണിം ഓഫ് ദ വേർഡ് വോ ഫ്രം ദ ഫോളോയിങ് വേർഡ്സ്. വോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമം അല്ലെങ്കിൽ നിരാശ എന്നാണ്. അപ്പോൾ അതുപോലെ അർത്ഥം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഡിസ്ട്രസ് ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഇസ് ആൻ ആൻറ്റോണിം ഓഫ് ദ വേർഡ് മാഡ്? മാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്ത് അല്ലെങ്കിൽ ഇൻസെയിൻ എന്നാണ്. അപ്പോൾ ഇൻസെയിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സെയിൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി സെയിൻ. അടുത്ത ചോദ്യം, ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ്. ബീഫ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ വലുതാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിരുന്ന് നടക്കുകയാണെങ്കിൽ വിരുന്നിനെ ബീഫ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് പാർട്ടിയെ വലുതാക്കുക അല്ലെങ്കിൽ വിരുന്നിനെ വലുതാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ടു മേക്ക് സംതിങ് ബിഗർ. അടുത്ത ചോദ്യം, ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ ഡാഷ് ഓഫ് ഫിഷ്. ഫിഷിനോടൊപ്പം ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗൺ ഏതാണ്? സ്കൂളാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയുന്നത്. നമുക്ക് ബാക്കി ഓപ്ഷനുകൾ നോക്കാം. എ കമ്പനി ഓഫ് പാരറ്റ് എന്നാണ് പറയുന്നത്. എ ബെവി ഓഫ് ലേഡീസ് എന്നാണ് പറയുന്നത്. എ ബണ്ടിൽ ഓഫ് സ്റ്റിക്ക് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എ ബണ്ടിൽ ഓഫ് ഹേ. ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി സ്കൂളാണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ്. അപ്പോൾ എൻസൈക്ലോപീഡിയ എഴുതുമ്പോൾ ആദ്യം എൻ എഴുതുക, പിന്നെ സൈക്ലോ എഴുതുക. സൈക്ലോട്ടിക്ക എനിക്ക് എന്താ? പേടിയ. എന്നിട്ട് പേടിയ എഴുതുക. ഇത് PSC ചോദിക്കാറുണ്ട്. പിന്നെ PSC ചോദിക്കാറുള്ള മറ്റ് സ്പെല്ലിങ്ങുകളാണ് കമ്മറ്റി. കമ്മറ്റി എന്ന് പറയുമ്പോൾ കമ്മറ്റിയിൽ 2 M 2 T 2 E ഉണ്ട്. അടുത്ത സ്പെല്ലിംഗ് ആണ് ഓംലെറ്റ്. ഓംലെറ്റ് എഴുതുമ്പോൾ ആദ്യം ഓം എഴുതുക, പിന്നെ എന്ത് എഴുതണം? എലി എഴുതണം. ഓംലെറ്റ് തിന്നാൻ ആര് വന്നു? എലി വന്നു. എലി എഴുതുക, പിന്നെ TTE. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ എൻസൈക്ലോപീഡിയയാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ്. അതായത് വൈൽഡ് ഗൂസിനെ പിടിക്കാൻ പോകുന്നത് ഒരു നിഷ്ഫലമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ടു ഡു സംതിങ് പോയിൻറ്റ്ലെസ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക് മീൻ? അഡ്ഹോക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട്. അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പോൾ എന്താണ്? ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് രൂപീകരിക്കുന്ന കമ്മിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്ഹോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ്. അടുത്ത ചോദ്യം, സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഇസ് ടേംഡ് ആസ്. പർവ്വതങ്ങളെ പറ്റിയുള്ള പഠനമാണെന്ത്? ഒറോളജി. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഒറോളജി. നമുക്ക് ബാക്കി ഓപ്ഷൻ കൂടി നോക്കാം. പക്ഷികളെ പറ്റിയുള്ള പഠനമാണെന്ത്? ഓർണിത്തോളജി. പാത്തോളജി എന്താണ്? അസുഖങ്ങളെ പറ്റിയുള്ള പഠനമാണ് പാത്തോളജി. ജീനോസൈഡ് എന്താണ്? ഒരു വംശത്തെ കൊല്ലുന്നതിനെയാണ് ജീനോസൈഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീനോസൈഡ് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ചോദ്യങ്ങളിൽ നിന്നോ ഓപ്ഷനിൽ നിന്നോ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ കിട്ടാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് സ്പേസ് ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും 500 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമെന്നാണ് പറയുന്നത്. പിൻവലിക്കും എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് എന്ത്? ഡ്രോസ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഡ്രോസ്. അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഇസ് മിസ്പെൽഡ്. ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓംലെറ്റിൻ്റെ സ്പെല്ലിംഗ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആദ്യം എന്ത് എഴുതുക? ഓം എഴുതണം, പിന്നെ എലി എഴുതണം, പിന്നെ TTE. ഇവിടെ നോക്കിക്കേ, എലിയുടെ ഇ ഇല്ല. അപ്പം മിസ്പെൽഡ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ സി, ഓംലെറ്റ്. അടുത്ത ചോദ്യം, ഷീ മെയ്ഡ് ദി അനൗൺസ്മെൻറ്റ് ഇൻ ക്യാമറ. അപ്പോൾ നമ്മൾ ഇൻ ക്യാമറയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഓപ്ഷനിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ്ലി, വളരെ രഹസ്യമായെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ലാത്തതിനാൽ നമ്മൾ എന്താണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. അപ്പോൾ ഇത് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സ് നോക്കാം. അഡ്ഹോക്ക് എന്ന ഫോറിൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് രൂപീകരിച്ച്. അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ദ ബിഗിനിങ്, ആദ്യം മുതൽക്കേ. അടുത്തത് അൽമ മാറ്റർ. ഫോമല്ലി അറ്റൻഡഡ് സ്കൂൾ ഓർ കോളേജ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ പഠിച്ചത്, അങ്ങനെയൊക്കെ. അടുത്ത ചോദ്യം, വി വെയർ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടെമറിറ്റി.
അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ അതേ അർത്ഥമുള്ള വാക്ക് ഓപ്ഷനിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ടെമറിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബോൾഡ്നെസ് അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജനറോസിറ്റി. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല വിനയമുള്ള അല്ലെങ്കിൽ ഉദാരമനസ്കനായ. കെയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ജാഗ്രത. റാഷ്നെസ് എന്ന് പറഞ്ഞാൽ അവിവേകമായിട്ടുള്ള അല്ലെങ്കിൽ എടുത്ത് ചാടുന്ന സ്വഭാവമുള്ള അതാണ്. പക്ഷേ ഇവിടെ PSC എന്താണ് ഉത്തരം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി റാഷ്നെസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ജോൺ ഇസ് എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് വുമൺ. അപ്പോൾ എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് വുമൺ, സ്ത്രീകളെ ഇഷ്ടമല്ലാത്തവരെ എന്തെന്നാണ് പറയുന്നത്? മിസോഗൈനിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മിസോഗൈനിസ്റ്റ് എന്ന ഓപ്ഷൻ നമുക്കില്ലാത്തതിനാൽ നമ്മൾ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ടേമുകൾ നോക്കാം. വൺ ഹൂ ഹേറ്റ്സ് മെൻ, ആണുങ്ങളെ ഇഷ്ടമല്ലാത്തവരെ എന്തെന്നാണ് പറയുന്നത്? മിസാൻഡ്രിസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? മിസാൻഡ്രിസ്റ്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മനുഷ്യവർഗത്തെ ഇഷ്ടമുള്ളവരെ എന്തെന്നാണ് പറയുന്നത്? ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പോൾ വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് എന്താണ്? ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വൺ ഹൂ ഹേറ്റ്സ് മാൻകൈൻഡ്, മനുഷ്യവർഗത്തെ ഇഷ്ടമല്ലാത്തവരെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? മിസാന്ത്രോപ്പിസ്റ്റ്. എന്താണ്? മിസാന്ത്രോപ്പിസ്റ്റ്. അപ്പോൾ വൺ ഹൂ ഹേറ്റ്സ് വുമൺ ആണ് എന്ത്? മിസോഗൈനിസ്റ്റ്. വൺ ഹൂ ഹേറ്റ്സ് മെൻ മിസാൻഡ്രിസ്റ്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. വൺ ഹൂ ഹേറ്റ്സ് മാൻകൈൻഡ് മിസാന്ത്രോപ്പിസ്റ്റ്. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കെഡാവറിൻ്റെ സ്പെല്ലിംഗ് അത് തന്നെയാണ്, CADAVER. അടുത്തത് സൂപ്പറിൻറ്റൻറ്റ്. അപ്പോൾ സൂപ്പർ എന്ന് ആദ്യം എഴുതണം, SUPER. അത് കഴിഞ്ഞിട്ട് ഇൻറ്റ് എഴുതണം, INT. അത് കഴിഞ്ഞ് എൻഡ് എഴുതണം, END. അത് കഴിഞ്ഞിട്ട് എന്താണ്? ENTയും കൂടെ എഴുതണം. ഇത് നമ്മൾ കുറേ വട്ടം എഴുതി പഠിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. അപ്പം ബോത്ത് ആണ്, ഓപ്ഷൻ സി ബോത്ത് ആണ് നമ്മുടെ ഉത്തരം. അപ്പം അവസാനത്തെ ചോദ്യം, അഫ്ലുവൻറ്റ് പേഷ്യൻസ് ഗോ ടു ദിസ് ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണ് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അഫ്ലുവൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉത്തരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പണവും പ്രതാപവും ഒക്കെ ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റിച്ചിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പുവർ ആണ്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി പുവർ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.